നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ എറണാകുളത്ത് UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ഡെമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ മത്സര രംഗത്ത് LDF BJP സ്ഥാനാർത്ഥികൾ മാത്രമായി. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അപ്പോഴാണ് മത്സര രംഗത്തു നിന്ന് തന്നെ UDF പിന്നോട്ട് പോകുന്നൊരു കാഴ്ച. അവർക്ക് ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയെ നിർത്തി അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുവാനുള്ളൊരു സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ അവർ വളരെ നിരുത്തരവാദപരമായി ഈ ഇലക്ഷനെ കാണുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ മത്സര രംഗത്ത് ഇടതുപക്ഷവും NDAയും മാത്രമാണെന്നാണ് തിരിച്ചറിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. ഇപ്പോൾ ഇന്നലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടുകൂടി ഏറെക്കുറെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ UDF നേരിടുന്ന അല്ലെങ്കിൽ UDFും കോൺഗ്രസും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചിലയിടങ്ങളിൽ UDFിൻ്റെ മറ്റ് ഘടകകക്ഷിയുടെ പേരിൽ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികളുടെ പട്ടികകൾ തള്ളിയിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടേതാണ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, കടമക്കുടിയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പട്ടിക തള്ളിയത് അത് ആ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശം ചെയ്യുന്നത് വാർഡിലുള്ള അല്ലെങ്കിൽ ആ ഡിവിഷനിൽ വോട്ടുള്ള വ്യക്തിയായിരിക്കണം. കാരണം ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മറ്റൊരു ഡിവിഷനിൽ വോട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ മാറുന്നത്, അതായത് ആ ജില്ലാ പഞ്ചായത്ത് പരിധിയിൽ ഏത് ഡിവിഷനിൽ താമസിക്കുന്ന ആൾക്കും മത്സരിക്കാം. പക്ഷേ അവരെ നിർദ്ദേശിക്കുന്ന ആൾ, അത് പത്രികയിൽ ആ നിർദ്ദേശിയായി ഒപ്പിട്ടിരിക്കുന്ന ആൾ അത് ആ ഡിവിഷനിൽ വോട്ടുള്ള ആളായിരിക്കണം എന്നതാണ് നിബന്ധന. അത് പാലിക്കാത്തത് കൊണ്ടാണ് പത്രിക തള്ളിയത്. കടമക്കുടി ഡിവിഷൻ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് LC ജോർജിൻ്റെ പത്രികയാണ് തള്ളിയത്. LC ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LC ജോർജ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവർ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പത്രിക നൽകുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക നൽകിയിരുന്നില്ല അതാണ് ഇവിടെ UDFിനെ പ്രതിസന്ധിയിലാക്കിയത്. നിലവിൽ ഔദ്യോഗികമായി നൽകിയ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടുകൂടി UDFിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. സാധാരണയായി ഇതൊരു പക്ഷേ ഉത്തരവാദിത്വക്കുറവാണോ അതോ ഈ സ്ഥാനാർത്ഥി ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി നേതൃത്വം ഉപേക്ഷ കാണിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം പലയിടത്തും ഡമ്മി സ്ഥാനാർത്ഥികളെ വയ്ക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളപ്പെട്ടു പോയാൽ പകരം സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് എപ്പോഴും ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക കൂടി സമർപ്പിക്കാറുള്ളത്. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 2 ഡിവിഷനുകളുണ്ട്. ആ 2 ഡിവിഷനുകളിലെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളാൻ കാരണം അത് 11ാം ഡിവിഷനായ വരാപ്പുഴയിൽ പത്രിക നൽകിയ ജോൺസൺ പുനത്തിൻ്റെ പത്രിക തള്ളി. മനക്കപ്പടിയിൽ പത്രിക നൽകിയ സെറീന ഷാജി, 2 പേരുടെയും പത്രിക തള്ളി. ഇവിടെയും നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ UDFിന് ഡമ്മി സ്ഥാനാർത്ഥികൾ ഇവിടെയും ഇല്ലായിരുന്നു എന്നാണ്. മറ്റൊന്ന്, തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ തൃശ്ശൂർ ജില്ലയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഇതുപോലെ ഒരു UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അജിത സദാനന്ദൻ എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അവരുടെ പത്രിക തള്ളിയിട്ടുണ്ട്. 2 വാർഡുകളിലേക്ക് ഒരേ സമയം നാമനിർദ്ദേശ പത്രിക നൽകിയതിനാലാണ് ഇവരുടെ പത്രിക തള്ളിയത്. എന്നാൽ ഇവിടെയും ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ വാർഡിലും പടിയൂരിലെ പടിയൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചെട്ടിയാൽ വാർഡിലും UDFിന് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് UDFിൻ്റെ ഒരു അവസ്ഥ. തന്നെയുമല്ല, UDF നേരിടുന്ന വലിയൊരു പ്രതിസന്ധി റിബലുകളാണ്. വിമതരുടെ ശല്യം വളരെയധികം രൂക്ഷമാണ്. ഇനിയിപ്പോൾ പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് ഇനി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അപ്പോൾ റിബൽ സ്ഥാനാർത്ഥികളായി ഉള്ളവരെ കോംപ്രമൈസ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പത്രികകൾ പിൻവലിക്കാനുള്ള ഒരു തിരക്ക് നെട്ടോട്ടത്തിലാണ് UDF നേതാക്കൾ. കോൺഗ്രസിന് പ്രധാനമാണ് ഏറ്റവും കൂടുതൽ റിബലുകളുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ കൊച്ചിയിലെ ചിത്രം നോക്കിയാൽ കൊച്ചിയിലും ധാരാളം റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. ഇവരൊക്കെ മറ്റ് ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇടുക്കിയാണെങ്കിൽ ആയിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഒക്കെ എല്ലായിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ ധാരാളമുണ്ട്. ഇവിടെയൊക്കെ ഒരു ഊർജിതമായ പരിശ്രമം നടത്തി ഇന്ന് പ്രത്യേകിച്ച് അവധി ദിവസം കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പേരെ കണ്ട അല്ലെങ്കിൽ മറ്റ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഏതെങ്കിലും രീതിയിലൊക്കെ സമ്മർദ്ദം ചെലുത്തിയോ വാഗ്ദാനങ്ങൾ നൽകിയോ റിബൽ സ്ഥാനാർത്ഥികളെ പത്രിക പിൻവലിപ്പിക്കാനുള്ളൊരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണിപ്പോൾ UDFിൻ്റെ എന്ന് പറയാനുള്ളത്. LDFിനെ കുറിച്ചാണെങ്കിൽ LDFിൻ്റെ പ്രചാരണം മധ്യ കേരളത്തിലെ ജില്ലകളിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കി വെച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഈ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചിട്ടയായ നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഏറ്റവും അടുത്തിട്ട് വാർഡ് തലം വരെ ബൂത്ത് തലം വരെയൊക്കെ ആരൊക്കെ പ്രവർത്തിക്കണം, ഏതെല്ലാം രീതിയിൽ
പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്ന തീരുമാനമൊക്കെ എടുത്തു വെച്ചിരുന്നു. അതിനായുള്ളൊരു എല്ലാ സംവിധാനങ്ങളും ഒരു ടീമൊക്കെ സജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ ആദ്യവട്ട പര്യടനം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ LDFിൻ്റെ കൺവെൻഷൻ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം സ്ഥാനാർത്ഥികൾ മുഴുവൻ സമയവും, പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ അവധി ദിവസമാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പരമാവധി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജോലിക്കൊക്കെ പോയിരുന്ന ആളുകളെ വീട്ടിൽ കാണാൻ കഴിയാതിരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ എത്തി പരമാവധി ആളുകളെ, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ഒരു തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കാരണം മറ്റ് തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരുടെ അതാത് ഡിവിഷനുകളിലെയോ അല്ലെങ്കിൽ വാർഡുകളിലെയും ഒക്കെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് ആ വാർഡിലോ തൊട്ടടുത്ത വാർഡിലോ താമസിക്കുന്ന ആളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വളരെ വേഗം കൂടുതൽ ആളുകളെ നമുക്ക് അറിയാൻ കഴിയും. അവർക്ക് വ്യക്തിപരമായി തന്നെ അറിയാൻ കഴിയും. അല്ലെങ്കിൽ വാർഡിലുള്ള പ്രവർത്തകരെ കൂട്ടി വോട്ടർമാരെ കാണാനുള്ള ഒരു തിരക്കിലാണ്. അങ്ങനെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന, പരമാവധി മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ കൃത്യമായി നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ, അതായത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളെക്കാൾ അധികം തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. അങ്ങനെ സ്ഥാപനങ്ങളിലും മറ്റ് ഉൾപ്പെടെയുള്ള, അതായത് രാവിലെ വീടുകളിലേക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു, രാവിലെ വീടുകളിൽ പോയി ആളുകളെ കാണാൻ ശ്രമിക്കുക. മറ്റ് പകൽ സമയങ്ങളിൽ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരെയും സ്ഥാപന ഉടമകളെയും ഒക്കെ കാണാൻ ശ്രമിക്കുക. വൈകുന്നേരം വീണ്ടും വീടുകളിലെത്തുക. അതിനിടെ വൈകിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസത്തെ പ്രചാരണ പരിപാടികൾ എങ്ങനെ പോകണം എന്നതുമായി സംബന്ധിച്ചുള്ള യോഗം, അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോകുന്ന സ്ഥാനാർത്ഥികളെ അവിടെ വെച്ച് നേരിട്ട് കാണുക, അമ്പലങ്ങളിൽ പോകുന്നവരെ കാണുക. ഒപ്പം വീടുകളിൽ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിയാതിരുന്ന വോട്ടർമാരെ ഇന്ന് നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളിൽ LDF ഒരുപടി മുന്നിലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ സമാന്തരമായി തന്നെ UDF നേരിടുന്ന പ്രതിസന്ധി, UDFിൽ നിന്ന് പലപ്പോഴും സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കാണ്. ഇതിൽ UDFിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവർ പലപ്പോഴും BJPയിൽ എത്തുന്നതെന്നാണ് വലിയ പ്രതിസന്ധി. ഇന്നലത്തെ എറണാകുളം ജില്ലയിലാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, ഈ 3ഇടത്തെയും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പത്രിക തള്ളപ്പെട്ടപ്പോൾ പകരം ഒരു സ്ഥാനാർത്ഥി, ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് ഇവിടെ നേരിടുന്ന പ്രതിസന്ധി. അത് നേതൃത്വത്തിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേതൃത്വത്തിന് ഉത്തരവാദിത്തക്കുറവാണോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണോ, അതോ എന്തെങ്കിലും കാരണവശാൽ തള്ളിപ്പോവുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി പോയിക്കോട്ടെ എന്നതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അത് ആ സ്ഥാനാർത്ഥി പോവുകയാണെങ്കിൽ മറ്റവർക്ക്, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ധാരണയുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കക്ഷിക്ക്, വേണമെങ്കിൽ BJPക്ക് തന്നെ ആകാം, നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. എന്തായാലും അങ്ങനെ ആകാം. ഈ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം ഒരു തങ്ങളുടെ, അല്ലെങ്കിൽ പ്രാദേശികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന, എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, കേരളം നിർണായകമായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ സാങ്കേതികമായി സംഭവിക്കാവുന്നതാണത്, സ്വാഭാവികമാണ്. കാരണം മാനുഷികമായി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ പിഴവ് സംഭവിക്കാം. അങ്ങനെ പിഴവ് സംഭവിച്ചാൽ, നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ടാൽ പകരം ഒരു ഡമ്മി സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു സാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. കാരണം ഔദ്യോഗികമായി വയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ, കാരണം ഇത് തള്ളപ്പെട്ടു കഴിഞ്ഞു, നാമനിർദ്ദേശ പത്രിക ഒരു സൂക്ഷ്മ പരിശോധനയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പത്രിക നൽകാനുള്ള അവസരം അവിടെയില്ല. കാരണം അത് അതിന് മുൻപ് തന്നെ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു ഡമ്മി സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പത്രിക നൽകി വെച്ചിരിക്കും. ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക പരിശോധനയിൽ അത് പത്രിക സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡമ്മി സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ. സാധാരണ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധ്യത, അല്ലെങ്കിൽ അതൊരു പ്രിക്കോഷൻ എടുക്കാൻ അവർ തയ്യാറായില്ല എന്നതാണ്. അത് ഈ 3 സ്ഥലത്തും, ഒരു ഡിവിഷനിൽ തന്നെയല്ല, 3 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയെടുത്തും ഡമ്മി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെയും അവസ്ഥ അത് തന്നെയാണ്. ഒരു പത്രിക തള്ളിയ സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിക്ക് പകരമായി അവിടെ ഡമ്മി സ്ഥാനാർത്ഥി പത്രിക നൽകിയിരുന്നില്ല.